നമസ്കാരം. ധനുസ് പി സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബയോളജിയുടെ വളരെ പ്രധാനപ്പെട്ട 7 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ഖാദി LDCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഇനി വരുന്ന LDC എക്സാമിന്, അതുപോലെ LP എക്സാം, മറ്റ് കേരള PSCയുടെ എക്സാംസിനെല്ലാം തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ. അതുകൂടാതെ തന്നെ ചാനലിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഇത് തുടർന്നും ഇനിയും സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷകഘടകം ഏതാണ്? ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷകഘടകം ഏതാണ്? ആൻസർ മാംസ്യമാണ്. നിർമ്മാണത്തിനാവശ്യമായ പോഷകഘടകങ്ങൾ. മാംസ്യം എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻസ് ആണ് അല്ലേ? മാംസ്യം പ്രോട്ടീൻസ് ആണ്. മാംസം നിർമ്മിക്കുന്ന എവിടെ നിന്നാണ്? അമിനോ ആസിഡിൽ നിന്നാണ് മാംസ്യം നിർമ്മിക്കുന്നത്. ഈ അമിനോ ആസിഡുകൾ നമുക്ക് ഇവിടെ നിന്നാണ് ലഭിക്കുക? നമ്മൾ കഴിക്കുന്ന ഇറച്ചി, മീൻ, മുട്ട, പാല് തുടങ്ങിയ നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? അമിനോ ആസിഡുകൾ ലഭിക്കുന്നു. ഒന്നോ അതിലധികമോ അമിനോ ആസിഡുകൾ കൂടിച്ചേർന്ന് മാംസ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാംസത്തിൻ്റെ തന്മാത്രയടങ്ങിയ ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബണ്, ഹൈഡ്രജന്, ഓക്സിജനും നൈട്രജൻ, സൾഫർ എന്നിവയാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ആൻഡ് സൾഫറുമാണെന്ത്? മാംസം അല്ലെങ്കിൽ പ്രോട്ടീൻസിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രയിലെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. മാംസത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? നമ്മുടെ ശരീരകലകളെ വളർച്ചയ്ക്കും വികാസത്തിനും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായിക്കുന്ന ആരാണ്? മാംസ്യമാണ്. ശരീരത്തിൻ്റെ വളർച്ച, വികാസം, കലകളുടെ വളർച്ച, കോശങ്ങളുടെ വളർച്ച, വികാസം, അതുപോലെ കേടുപാട് പരിഹരിക്കുന്നതിന് മാംസ്യം സഹായിക്കുന്നു. അത്രയുമാണ് മാംസത്തിൻ്റെ കാര്യങ്ങൾ. ഇനി അടുത്ത് നോക്കാം, ഓപ്ഷനിൽ നോക്കാം. അന്നജം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നജം? ധാന്യത്തിൻ്റെ ഒരു രൂപമാണെന്ത്? അന്നജം. അതായത് ധാന്യത്തിൽ ഏതൊക്കെ രൂപത്തിൽ കാണപ്പെടുന്നുണ്ട്? അന്നജമായി കാണുന്നുണ്ട്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഷുഗർ, അതേപോലെ സെല്ലുലോസ്, അതൊക്കെ എന്താണ്? അന്നജം എന്ന് പറയുന്നതൊക്കെ ധാന്യത്തിൻ്റെ രൂപങ്ങളാണ്. അപ്പോൾ അന്നജത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകം എന്താണ്? ഗ്ലൂക്കോസാണ്. ചെറിയ ഘടകം എന്താണ്? ഗ്ലൂക്കോസാണ് അന്നജത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകം. അപ്പോൾ അന്നജം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉമിനീര് പ്രവർത്തിക്കുന്ന ഭക്ഷ്യഘടകം ഏത് മാത്രം? അന്നജമാണ്. ഈ ധാന്യകം എന്താണ്? ഏറ്റവും വലിയ ഊർജ്ജദായകരാണ് ധാന്യകം, അല്ലേ? അപ്പോൾ അന്നജം കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഈ ചോറ്, ചേന, ചേമ്പൊക്കെ അന്നജത്തിൻ്റെ ഭാഗത്തിൽ പെടുന്നവയാണ്. അപ്പോൾ ഏറ്റവും വലിയ ഊർജ്ജദായകരാണ് ആര്? അന്നജം അല്ലെങ്കിൽ ധാന്യകം വരുന്ന വിഭാഗത്തിൽ വരുന്നവ, അല്ലേ? അപ്പോൾ ഇതിനകത്തുള്ള തന്മാത്രയിലെ ഘടകങ്ങൾ ആരൊക്കെ വരുന്നുണ്ട്? കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണെന്ത്? അന്നജം അല്ലെങ്കിൽ ധാന്യകത്തിൽ വരുന്ന തന്മാത്രയിലെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അന്നജത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകം ഞാൻ പറഞ്ഞു? ഗ്ലൂക്കോസാണ്. ഈ ഗ്ലൂക്കോസിനെയാണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും അവസാനം ദഹിച്ചു കഴിയുമ്പോൾ ചെറുകുടലിൽ വെച്ചിട്ട് ഗ്ലൂക്കോസാണ് നമ്മുടെ വില്ലകൾ വഴിയിട്ട് ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യപ്പെടുക. അപ്പോൾ ഏറ്റവും ലഘുവായ രൂപം എന്താ അന്നജത്തിൻ്റെത്? ഗ്ലൂക്കോസാണ്. ഇനി അടുത്തത് ധാതുക്കളാണ്. ശരീരത്തിന് ആവശ്യമായ ധാതുക്കൾ പ്രധാനമായും ആരൊക്കെയാണ്? കാൽസ്യം, ഫോസ്ഫറസ്, അതുപോലെ സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം തുടങ്ങിയവയൊക്കെയാണ് പ്രധാനപ്പെട്ട ധാതുക്കൾ, മിനറൽസ് എന്ന് പറയുന്നത്. കാൽസ്യം, ഫോസ്ഫറസ് ഒക്കെ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? എല്ലുകളുടെയും പല്ലുകളുടെയും കേടുപാട് നിർമ്മാണത്തിനും കേടുപാട് തീർക്കാനും ഒക്കെ അതിൻ്റെ വളർച്ചയ്ക്കും ഒക്കെ ആവശ്യം എന്താണ്? കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയാണ്. സോഡിയം, പൊട്ടാസ്യം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? പുനരാകിരണം എന്ന് പറയും. ജലത്തിൻ്റെ പുനരാകിരണം, അതായത് വൃക്കയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടുത്തെ ധർമ്മമാണെന്ത്? സോഡിയം, പൊട്ടാസ്യമൊക്കെ അതുമായി ജലത്തിൻ്റെ പുനരാഗരണത്തിനൊക്കെ ആവശ്യമുള്ള ധാതുക്കളാണ് സോഡിയം, പൊട്ടാസ്യം. എന്നാൽ ചെറിയ തോതിൽ ശരീരത്തിന് ആവശ്യമുള്ള ധാതുക്കൾ വേറെയുമുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് അയഡിൻ എന്ന് പറയും. അയഡിനും അതുപോലെ മറ്റൊന്നാണെന്ത്? ഹീമോഗ്ലോബിൻ എന്ന് പറയും. ഇരുമ്പ് കേട്ടോ, ഇരുമ്പ്. അയഡിനും ഇരുമ്പുമാണെന്ന് ചെറിയ തോതിൽ ശരീരത്തിന് ആവശ്യമുള്ള ധാതുക്കൾ ഏതാണ്? അയഡിനും ഇരുമ്പുമാണ്. അതായത് അയഡിൻ എന്ന് പറയുമ്പോൾ അതെന്തിനു വേണ്ടിയാണ്? തൈറോക്സിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഹോർമോൺ എന്താണ്? അയഡിനാണ്. തൈറോക്സിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ധാതു ഏതാണ്? അയഡിൻ. തൈറോക്സിൻ എന്താണ്?
തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ആര്? തൈറോക്സിൻ. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. ഓക്കെ, തൈറോക്സിൻ്റെ നിർമ്മാണത്തിന് ആരാവശ്യമുണ്ട്? അയഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അയഡിൻ്റെ അഭാവം വന്നാൽ എന്ത് അസുഖം ഉണ്ടാകാം? ഗോയിറ്റർ ഉണ്ടാകുന്നുണ്ട്. എന്തുണ്ടാകുന്നുണ്ട്? ഗോയിറ്റർ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത എന്താണ് പറഞ്ഞത്? അടുത്തത് ഇരുമ്പാണ്. ഇരുമ്പെന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു എന്താണ്? ഇരുമ്പാണ്. ഹീമോഗ്ലോബിൻ നമുക്കിനി എന്തിനാണ് ആവശ്യമുള്ളത് അല്ലേ? നമ്മുടെ രക്തത്തിനകത്തുള്ള അല്ലെങ്കിൽ അതിന് ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണെന്ത്? ഹീമോഗ്ലോബിൻ അല്ലേ? അപ്പോൾ ഹീമോഗ്ലോബിൻ എവിടെ കാണപ്പെടുന്നുണ്ട്? ബ്ലഡിലാണ് കാണപ്പെടുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താ? ഹീമോഗ്ലോബിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ എടുക്കുന്ന ഓക്സിജൻ അല്ലേ, ഓക്സിജനുമായി ആര് ചേരുന്നു? നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനുമായിട്ട് ഹീമോഗ്ലോബിൻ ചേർന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു അല്ലേ? എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡ് വഴി ഇങ്ങനെ ഒഴുകിപ്പോയിട്ട് എല്ലാ ഭാഗങ്ങളിലും, ബോഡിയുടെ എല്ലാ ഭാഗങ്ങളിലും ചെല്ലുന്നു. അതിനുശേഷം എന്താണ്? ഓക്സിജൻ അവിടെ വേണ്ട ഭാഗത്തേക്ക് അല്ലേ, എവിടെയാണ് ഓക്സിജൻ ആവശ്യമുള്ള ആ ശരീര ഭാഗങ്ങളിലെ ശരീര കലകളിലേക്ക് ഓക്സിജൻ കൊടുത്തിട്ട് ഡീഓക്സി ആയിട്ട് തിരിച്ച് ബ്ലഡിൽ തന്നെ കഴിയുന്നു. ഒക്കെ തിരിച്ച് വരുന്നുണ്ട്. പിന്നീട് വീണ്ടും വന്ന് അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇരുമ്പിൻ്റെ ആവശ്യം എന്താണ്? ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമാണ് എന്ത്? ഇരുമ്പെന്ന ധാതു അല്ലേ? ഇതില്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണെന്ന് ആലോചിച്ച് നോക്കിയപ്പം ഹീമോഗ്ലോബിൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഓക്സിജൻ കമ്പൈൻ ചെയ്യണ ആര് വേണം? ഹീമോഗ്ലോബിൻ വേണം. അതുകൊണ്ട് നിർമ്മിക്കണ ആര് വേണം? ഇരുമ്പിൻ്റെ ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ ധാതുക്കൾ എന്ന് പറയുമ്പോൾ ഇരുമ്പിൻ്റെ ധർമ്മം എന്താണ്? ഹീമോഗ്ലോബിൻ നിർമ്മിക്കാൻ വേണ്ടി ആവശ്യമുണ്ട് അല്ലേ? അയഡിൻ്റെ കാര്യം പറഞ്ഞു. അടുത്ത എന്താണ്? വിറ്റാമിനുകളാണ് അല്ലേ? വിറ്റാമിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ പറയാം? ആദ്യം കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ ഉണ്ട് അല്ലേ? എന്ന് വെച്ചാൽ അഡക്ക് എന്ന് പറയും. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ ഉണ്ട്. ADEK എന്ന് പറഞ്ഞ വിറ്റാമിൻ അല്ലേ? എ എന്ന് പറയുമ്പോൾ ആൻറ്റി സിറോഫ്താൽമിക് വിറ്റാമിൻ ആണെന്ത്? വിറ്റമിൻ എ എന്ന് പറഞ്ഞത്. ആൻറ്റി സിറോഫ്താൽമിക് വിറ്റമിനാണ് വിറ്റമിൻ എ എന്ന് പറഞ്ഞത് അല്ലേ? അതായത് കരോട്ടിൻ എന്ന് പറയുന്ന വർണ്ണവസ്തു എന്ന് വേണമെങ്കിൽ ഇത് നിർമ്മിക്കാൻ പറ്റും. വിറ്റമിൻ എ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. ഇനി നമ്മുടെ കാഴ്ചയ്ക്ക് വേണ്ട വിറ്റമിൻ എന്താണ്? വിറ്റമിൻ എ ആണ് അല്ലേ? അപ്പോൾ വിറ്റമിൻ എയുടെ അഭാവത്തിലുണ്ടാകുന്ന രോഗം എന്താണ്? നിശാന്തതയാണ്. രോഗം എന്താണ്? നിശാന്തത എന്ന് പറയുന്നുണ്ട് അല്ലേ? ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എന്ന് പറഞ്ഞാൽ വേറെ പറയുന്നറിയോ? കാൽസിഫെറോൾ അല്ലേ? കാൽസിഫെറോൾ. ഒരു കാര്യം നോക്കുക, കാൽസ്യം ഫോസ്ഫറസ് ധാതുക്കളുണ്ട് അല്ലേ? ഇവയുടെ ആഗിരണത്തിന് വിറ്റമിൻ ഡി ആവശ്യമുണ്ട്. കാൽസ്യവും ഫോസ്ഫറസും ഒക്കെ നമ്മുടെ രക്തത്തിലേക്ക് ആഗിരണിച്ചെങ്കിൽ ആരും കൂടി വേണം? ഈ ജീവകമായ വിറ്റാമിനായ വിറ്റമിൻ ഡിയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ കാൽസിഫെറോൾ എന്ന പേരൊക്കെ ഓർമ്മിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ വിറ്റമിൻ ഡിയുടെ അഭാവത്തിലുള്ള രോഗം എന്താണ്? കണ എന്ന രോഗമാണ്. അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്? റിക്കറ്റ്സ് എന്ന് പറയും. മുതിർന്നവരിൽ രോഗം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഓസ്റ്റിയോ മലേഷ്യ എന്ന് പറയും. ഓസ്റ്റിയോ മലേഷ്യ എന്നാണ് മുതിർന്നവരിൽ അറിയപ്പെടുക. ഓസ്റ്റിയോ മലേഷ്യ എന്നാണ് മുതിർന്നവരിൽ അറിയപ്പെടുക. അത് വിറ്റമിൻ ഡിയുടെ അഭാവത്തിലുണ്ടാകുന്ന രോഗം. ഇനി വിറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? വിറ്റമിൻ ഇ അല്ലേ? ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റമിനാണെന്ത്? വിറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അഭാവത്തിലുള്ള രോഗം എന്താണ്? വന്ധ്യതയാണ് ഉണ്ടാകുന്ന രോഗം അല്ലേ? ഉണ്ടാകുന്ന അവസ്ഥയാണെന്ത്? വന്ധ്യത. ഇനി അടുത്തെന്താ? അഡക്കിൽ ഈ കെ അല്ലേ വരേണ്ടത്? കെ എന്ന് പറയുമ്പോൾ എന്താണ്? പിന്നെ മറ്റൊരു പേരെന്താണ്? ആൻറ്റി ഹെമറാജിക് അല്ലേ? ആൻറ്റി ഹെമറേജിക് വിറ്റമിനാണ്. ആൻറ്റി ഹെമറാജിക് വിറ്റമിനാണ് അല്ലേ? ബ്ലഡുമായി കണക്റ്റഡ് ആണ് എപ്പോഴും. അപ്പോൾ ഇതിൻ്റെ അഭാവത്തിൽ അസുഖം എന്താണ് പറയുക? രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണെന്ത്? വിറ്റമിൻ കെയുടെ അഭാവങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ? നമ്മുടെ ചെറുകൂടലിൽ വിറ്റമിൻ കെ നിർമ്മിക്കപ്പെടുന്ന ബാക്ടീരിയകൾ താമസിക്കുന്നുണ്ട് എന്നോർത്തിരിക്കാം. അപ്പോൾ ഇനി അടുത്ത എന്താണ്? വിറ്റമിൻ അഡക്ക് കഴിഞ്ഞില്ല, കൊഴുപ്പിൽ ലയിക്കുന്നത് കഴിഞ്ഞു. ബിയും സിയും എന്താണ്? ബി എന്ന് പറയുമ്പോൾ B1 ഓർക്കാം അല്ലേ? ബെറിബറിയാണ് എൻ്റെ അഭാവത്തിലെ അസുഖം. തയാമിൻ എന്ന് പറയുന്ന ഘടകം അല്ലേ? തയാമിൻ എന്ന ഘടകമാണ് B1. തയാമിൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുക? പോളിഷ്ഡ് റൈസിൽ കാണപ്പെടുന്നില്ലേ, ഇതിൻ്റെ തവിടെന്ന് പറയില്ലേ, അതാണ് തയാമിൻ അവിടെ നിന്ന് കിട്ടുക. അപ്പോൾ അത് ഉണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള അസുഖം എന്താണ്? ബെറിബറി. B1 ബെറിബറി. ഇനി ഇമ്പോർട്ടൻ്റ് വേറൊരു അസുഖമുണ്ട്, B3 എന്ന് പറയും. B3 എന്ന് പറയുമ്പോൾ എന്താണ്? പെല്ലാഗ്രി എന്ന അസുഖമാണ് B3 വഴി ഉണ്ടാകുക. പെല്ലാഗ്രി എന്ന അസുഖമാണ് B3 എന്ന് പറയുന്നുണ്ടാകുക. B3 മീൻസ് പെല്ലാഗ്രി നിയാസിൻ എന്നല്ലേ? B3 നിയാസിനാണ്. പെല്ലാഗ്രി എന്ന അസുഖമാണ് ഉണ്ടാകുന്നത് വെച്ചാൽ നാക്കിൽ കറുത്ത പാടുകൾ അല്ലേ? കറുത്ത് കാണപ്പെടുന്നതാണ് കാണുക. പ്രധാനമായും കാണപ്പെടുന്നത് നായ്ക്കളിലാണത് കണ്ടിട്ടുള്ളത്.
പെല്ലാഗ്ര B3 ആണ്. നിയാസിൻ എന്നാണ് മറ്റൊരു പേര് B3യുടേത്. പെല്ലാഗ്രയാണ് അതിൻ്റെ അസുഖം അല്ലേ. കറുത്ത് കാണുന്നൊന്നും ഓർത്തിരിക്കുക. ഇനി വേറെന്താ പറയുക, വേറെ പ്രത്യേകത B9 എന്നൊക്കെ ഫോളിക് ആസിഡ് നമുക്കറിയാം. B12 പറയാം. B12 എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് അതിലടങ്ങിയിരിക്കുന്നൊരു ധാതു ഏതാണ്, കൊബാൾട്ടാണ്. കൊബാൾട്ടാണ് ധാതു എന്ന് പറയുമ്പോൾ B12 വിറ്റാമിൻ B12 അടങ്ങിയിരിക്കുന്ന ധാതു ഏതാണ്, കൊബാൾട്ടാണ്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണ്, അരുണരക്താണുക്കളുടെ വളർച്ചയ്ക്ക് എന്താണ് ഈ B12 ആവശ്യമുണ്ട്. നമ്മുടെ ശരീരത്തിനകത്ത് അല്ലെങ്കിൽ ബ്ലഡിലുള്ള അരുണരക്താണുക്കളും ശ്വേതരക്താണുക്കളും പ്ലേറ്റ്ലെറ്റ്സും ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള അരുണരക്താണുക്കളുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഒരു ഘടകം വിറ്റാമിൻ ഏതാണ്, B12 ആണ് അല്ലേ. അതിലടങ്ങിയ ധാതു എന്താണ്, കൊബാൾട്ട് എന്ന് പറയും. അടുത്ത് നോക്കാം. ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് നിശാന്തത എന്ന രോഗത്തിന് കാരണം അല്ലേ. ഏതാണ് നിശാന്തതയ്ക്ക് വരുന്നത്, വിറ്റമിൻ എ ആണ് നിശാന്തത അല്ലേ. ഓക്കെ അല്ലേ. വിറ്റമിൻ സി എന്ന് പറയുമ്പോൾ എന്താണത് പറഞ്ഞല്ലോ, എന്താണത്, സ്കർവിയാണ്. വിറ്റമിൻ സിയുടെ അപര്യാപ്തത ഉണ്ടാകുന്ന രോഗം സ്കർവിയാണ് അല്ലേ. മോണയിൽ നിന്നൊക്കെ ചോര വരുന്നത് അതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇനി അതുപോലെ ഫ്രൂട്ട്സിലാണെന്ത് കാണുക, പഴങ്ങളിലാണ് വിറ്റമിൻ സി കാണപ്പെടുക. വിറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ എന്താ, കണരോഗം. വിറ്റമിൻ കെ രക്തം കണ്ടുപിടിക്കാത്ത അവസ്ഥ. അപ്പോൾ അത് രണ്ടും ഓക്കെ ആയല്ലോ, മനസ്സിലായില്ലേ. നെക്സ്റ്റ് വൺ, ഉമിനീരിലടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്. ഉമിനീരിലടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണത്, ഇവിടെ ഉമിനീരിലടങ്ങിയ രാസാഗ്നികൾ ഏതാണ്, അതിന് പറയുന്ന പേര് സലൈവറി അമൈലേസ് എന്നാണ്. സലൈവറി അമൈലേസ് അല്ലെങ്കിൽ ടയലിനാണെന്ത്, ഉമിനീരിലടങ്ങിയിരിക്കുന്ന രാസാഗ്നി. ഓക്കെ. ഇതിൻ്റെ ധർമ്മം എന്താണ്, നമ്മൾ കഴിക്കുന്ന ഫുഡ് അല്ലേ, വായിക്കകത്ത് 3 ജോഡി ഉമിനീർ ഗ്രന്ഥി ഉണ്ട് അല്ലേ. 3 ജോഡിയാണ് ഉമിനീർ ഗ്രന്ഥി ഉള്ളത്. ഏതൊക്കെയാണ് പരോട്ടിഡ്, സബ്മാക്സിലറി, സബ്ലിംഗൽ. പരോട്ടിഡ്, സബ്മാക്സിലറി, സബ്ലിംഗൽ എന്നിവയാണ് 3 ജോഡി. പരോട്ടിഡ്, സബ്മാക്സിലറി, സബ്ലിംഗൽ എന്നിവയാണ് അല്ലേ. സബ്മാക്സിലറി, സബ്ലിംഗൽ എന്നിവയാണെന്ത്, 3 ജോഡി പരോട്ടിഡ് ഗ്രന്ഥികൾ. അതൊക്കെ പൊക്കോട്ടെ. അപ്പോൾ ഇതിനകത്തുള്ള ഈ ഉമിനീര് പ്രവർത്തിക്കുന്ന മുഖ്യ ഘടകം ആരാണ്, അന്നജമാണ് അല്ലേ. നമ്മൾ വായിക്കാതെ ഭക്ഷണം ഇടുമ്പോൾ നമ്മൾ ചോറ് ചവച്ചരയ്ക്കുന്നു അല്ലേ. ചവച്ചരയ്ക്കുമ്പോൾ ഒരു മധുരം തോന്നിക്കുക എന്താണ്, അന്നജത്തെ എന്താക്കി മാറ്റുന്നുണ്ട്, ആദ്യം മാൾട്ടോസാക്കി മാറ്റുന്നു. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്നു. ഓക്കെ. അപ്പോൾ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി എന്താണ്, സലൈവറി അമൈലേസ് ആണ്. ഇനി ഇവിടെ വരുന്നത് ആഗ്നേയരസം അല്ലേ. ആഗ്നേയരസം എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതിലടങ്ങിയിരിക്കുന്ന 3 കാര്യങ്ങൾ, 3 രാസാഗ്നി ഉണ്ട്. ഏത്, ആഗ്നേയരസത്തിൽ അടങ്ങിയിരിക്കുന്ന 3 രാസാഗ്നിയുണ്ട്. ഏതൊക്കെയാണെന്ന് പറയാമോ, ട്രിപ്സിനും ലിപ്പേസും. ഒന്ന് ട്രിപ്സിനും ലിപ്പേസും അമിലേസുമാണ്. അതായത് ഈ ആഗ്നേയരസത്തിൽ അടങ്ങിയിരിക്കുന്ന 3 എന്തൊക്കെയാണ്, ഒന്ന് ട്രിപ്സിനും പിന്നെ ലിപ്പേസും അമൈലേസുമാണ്. ലിപ്പേസ് നമുക്ക് നോക്കാം. ലിപ്പേസ് മീൻസ് ലിപ്പിഡ് എന്ന് പറയാം. ലിപ്പിഡ് കൊഴുപ്പാണ്. കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്ന ആരാണ്, ലിപ്പേസാണ്. കൊഴുപ്പിനെ ഫാറ്റി ആസിഡും, അതായത് വാസാമ്ലങ്ങൾ എന്ന് പറയും മലയാളത്തിൽ, ഫാറ്റി ആസിഡും ഗ്ലിസറോളും, ചെറു ഘടകങ്ങളായ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്ന ആരാണ്, ലിപ്പേസ് എന്ന എൻസൈമാണ്. എന്നാൽ അതുപോലെ തന്നെ എന്താണ്, ട്രിപ്സിൻ എന്താ ചെയ്യുക, ട്രിപ്സിൻ്റെ പ്രത്യേകത എന്ന് പറയാം. ട്രിപ്സിൻ എന്ന് പറയുമ്പോഴത്തേക്കിന് പെപ്റ്റോണുകളെ അമിനോ ആസിഡുകളായി മാറ്റുന്ന പ്രക്രിയയാണ് ആര് ചെയ്യുക, ട്രിപ്സിൻ ചെയ്യുക. പെപ്റ്റോണുകളെ അമിനോ ആസിഡ്സ് ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് ആര് ചെയ്യുക, ട്രിപ്സിൻ ചെയ്യുക. ഇതെന്ന് പറയുമ്പോൾ പ്രോട്ടീൻസ് അല്ലെങ്കിൽ മാംസ്യം ഇല്ലേ, പ്രോട്ടീൻസ് എന്ന് പറയുന്നത് മാംസ്യം, നേരത്തെ പഠിച്ച പ്രോട്ടീൻസ് എന്ന് പറയുന്ന മാംസ്യം, അതിനെ എന്താണ്, ചെറിയ ഘടകങ്ങളെ പെപ്റ്റോണുകളാക്കി മാറ്റുന്നു. അത് വീണ്ടും എന്തായിട്ട് മാറുന്നു, അമിനോ ആസിഡ്സായി മാറുന്നു. ആ പ്രക്രിയയാണ് എന്ത് ചെയ്യുന്നത്, പെപ്റ്റോണുകളെ അമിനോ ആസിഡ്സ് ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് ആര് ചെയ്യുക, ട്രിപ്സിൻ ചെയ്യുക. പെപ്റ്റോണുകളെ അപ്പോൾ എന്തായി മാറണം, നേരത്തെ പ്രോട്ടീൻസ് ടു പെപ്റ്റോൺസ് ആവണം. അത് വേറെ ഘടകങ്ങളാണ്. നമുക്കിപ്പോൾ ട്രിപ്സിൻ്റെ പ്രത്യേകത എന്താണ്, പെപ്റ്റോണുകളെ അമിനോ ആസിഡ്സ് ആക്കി മാറ്റുന്നു. അപ്പോൾ അങ്ങനെ ആഗ്നേയരസത്തിൽ കാണുന്ന എന്തായിരുന്നു, ലിപ്പേസും ട്രിപ്സിനും അമിലേസുമായിരുന്നു അല്ലേ. മുന്നിലടങ്ങിയ രാസാഗ്നി ഏതാണ്, ടയലിനാണ് അല്ലേ. അത് സലൈവറി അമൈലേസ് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് വൺ, രക്തം കട്ടപിടിക്കലിൻ്റെ ശരിയായ ക്രമം എന്താണ്. ഒരു ഓപ്ഷൻ ഫൈബ്രിനോജൻ ടു ഫൈബ്രിൻ നാരുകൾ, പ്രോത്രോംബിൻ ടു ത്രോംബിന്, ത്രോംബോപ്ലാസ്റ്റിൻ ടു എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതിന് മുമ്പ് നമുക്ക് പറയാം, അതായത് ഒരു മുറിവുണ്ടാകുമ്പോൾ
ആ ഭാഗത്തുണ്ടാകുന്ന രാസാഗ്നി ഏതാണ്? ത്രോംബോപ്ലാസ്റ്റിനാണ്. ഏതാണ്? ത്രോംബോപ്ലാസ്റ്റിനാണ് ഇവിടെ ഉണ്ടാകുക. മുറിവുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന രാസാഗ്നി ഏതാണ്? ത്രോംബോപ്ലാസ്റ്റിനാണ്. ഈ ത്രോംബോപ്ലാസ്റ്റിൻ എന്ത് ചെയ്യുന്നറിയാമോ? ബ്ലഡിൽ കാണപ്പെടുന്ന, ബ്ലഡിൽ ആ സമയത്ത് തന്നെ പ്രോത്രോംബിൻ എന്ന് പറയുന്ന, മലയാളത്തിൽ മനസ്സിലാവും, പ്രോത്രോംബിൻ എന്ന് പറയുന്ന ഘടകങ്ങൾ അവിടെയുണ്ട്. ഈ പ്രോത്രോംബിൻ എന്താണ്? ത്രോംബിൻ്റെ ഇനാക്റ്റീവ് മീൻസ്, അതായത് ആക്റ്റീവ് അല്ലാത്ത പ്രവർത്തനരഹിതമായ ഘടകമാണ്. ബ്ലഡിൽ ഓൾറെഡി എന്തുണ്ട്? പ്രോത്രോംബിൻ ഉണ്ട് അല്ലേ? പ്രോത്രോംബിൻ ത്രോംബിനായി മാറിയെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ? ആക്റ്റീവായി നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നത് ശരിക്കും ആരാണ്? ത്രോംബോപ്ലാസ്റ്റിനാണ്. അതായത് ഒരു മുറിവുണ്ടാകുമ്പോൾ മുറിവുണ്ടായ ഭാഗത്ത് ആരുണ്ടാവുന്നുണ്ട്? ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന രാസാഗ്നി ഉണ്ടാകുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ ബ്ലഡിൽ ആ സമയത്ത് കാണപ്പെടുന്ന ഇന്നാക്റ്റീവായ പ്രവർത്തനരഹിതമായ പ്രോത്രോംബിൻ എന്താക്കി മാറ്റുന്നു? ത്രോംബിനാക്കി മാറ്റുന്നു. ഓക്കെ. ഈ ത്രോംബിൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബ്ലഡിൽ എന്താ പറയുക, മാംസ്യങ്ങളുണ്ട് അല്ലേ? മാംസം എന്ന് പറയുമ്പോൾ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രോജൻ എന്ന് പറയുന്നുണ്ട്. ഫൈബ്രോജൻ്റെ ധർമ്മം എന്താ? രക്തം കണ്ടുപിടിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ നോക്കണം, ഈ ത്രോംബിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതെന്ത് ചെയ്യുന്നുണ്ട്? വന്നിട്ട് ഫൈബ്രിനോജനെ ഫൈബ്രിൻ നാരുകളാക്കി മാറ്റുന്നു. അപ്പോൾ ത്രോംബോപ്ലാസ്റ്റിൻ എന്താണ്? മുറിവുണ്ടാകുമ്പോൾ ആ ഭാഗത്തുള്ള രാസാഗ്നി ത്രോംബോപ്ലാസ്റ്റിനാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡിൽ കാണപ്പെടുന്ന പ്രോത്രോംബിനെ എന്താക്കി മാറ്റുന്നുണ്ട്? ത്രോംബിനാക്കി മാറ്റുന്നു അല്ലേ? അവർ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്? ത്രോംബിൻ എന്താ ചെയ്യുക? ത്രോംബിൻ പോയിട്ട് ബ്ലഡിലുള്ള ഫൈബ്രിനോജനെ ഫൈബ്രിൻ നാരുകളാക്കി മാറ്റുന്നു. എന്ന് പറഞ്ഞാൽ ഫൈബ്രിൻ നാരുകൾ എങ്ങനെയാണ്? വല പോലെ അങ്ങ് ആകും, നെറ്റ്വർക്ക് പോലെ, വല പോലെ ആയിട്ട് അതിലേക്ക് ആര് വന്ന് വീഴും? ബ്ലഡിലുള്ള രക്തകോശങ്ങൾ കാണപ്പെടില്ലേ? അതായത് രക്താണുക്കളുണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ ഇല്ലേ? അവരെല്ലാം എന്ത് ചെയ്യും? ഈ വലയ്ക്കകത്ത് ഇങ്ങനെ കുരുങ്ങിക്കിടക്കുക ചെയ്യും. അപ്പോൾ ഫൈബ്രോജൻ എന്താ ചെയ്യുന്നത്? ഫൈബ്രിൻ നാരുകളാക്കി മാറ്റും, ഫൈബ്രിൻ ത്രെഡ്സ് നാരുകളാക്കി മാറ്റും അല്ലേ? ആ വലയ്ക്കകത്ത് ഇവരെന്ത് ചെയ്യും? ഇവരെല്ലാം നെറ്റ് വിരിക്കുമ്പോഴത്തേക്കിന് ആ വലയ്ക്ക് ഒഴുകി വരുന്ന ബ്ലഡ് എപ്പോഴും കൂടെ വന്നു അരിച്ചു മാറ്റുന്ന പോലെ ആവില്ലേ? രക്തകോശങ്ങളെല്ലാം വലയ്ക്കകത്ത് കുരുങ്ങുകയും ചെയ്യും. ബാക്കി എന്താണ്? ഈ വെള്ളം പോലെ ഇങ്ങോട്ട് ഒഴുകി പോകും. ആ സംഭവമാണെന്ത്? സിറവെന്ന് പറയുന്നത്. അപ്പം ഈ രക്തകോശങ്ങൾ ഫൈബ്രിൻ നാലിൽ വന്ന് കുരുങ്ങി കിടക്കുന്ന സംഭവമാണെന്ത്? രക്തം കട്ടപിടിക്കുന്നു പറയുക. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് എന്താണ്? ത്രോംബോപ്ലാസ്റ്റിൻ അല്ലേ? ത്രോംബോപ്ലാസ്റ്റിൻ രാസാഗ്നി ഉണ്ടാകുന്നു. അടുത്തത് അവരെന്ത് ചെയ്യും? പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. ത്രോംബിൻ വന്നിട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെയൊക്കെ വിറ്റമിൻ കെയുടെ സഹായം ആവശ്യമുണ്ട്. അതുപോലെ ത്രോംബിൻ എന്താ ചെയ്യുന്നത്? ത്രോംബിൻ ഫൈബ്രിനോജനെ ഫൈബ്രിൻ നാരുകളാക്കി മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത് എന്ത് വരിക? ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം ഏതാണ് വരിക? പ്ലൂറയാണ് ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം. പ്ലൂറ എന്ന് പറയും അല്ലേ? അതായത് പ്ലൂറ രണ്ട് ഇരട്ട സ്ഥലമാണെങ്കിൽ ഇതിനിടയ്ക്കൊരു ദ്രാവകമുണ്ട്. എന്താ അത്? പ്ലൂറ ദ്രാവകം എന്നാണ് അറിയപ്പെടുക. പ്ലൂറ ദ്രാവകം എന്നാണ് അറിയപ്പെടുക. അതായത് ആ ഒരു സാക്ഷ്യത്തിൽ നിന്നുള്ള കർഷണങ്ങൾ, അതായത് നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗമില്ല, ആ ഭാഗത്തുള്ള കർഷണങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി എന്താ? പ്ലൂറാസ്ഥലം പ്രയോജനം ചെയ്യുക. ഇനി അടുത്തെന്താ? വായു അറ എന്ന് പറയില്ലേ? വായു അറ എന്താ? ആൽവിയോളി എന്നൊക്കെ പറയും. അതായത് നമ്മുടെ ശ്വാസകോശം അല്ലേ? ബ്രോങ്കൈ, ദെൻ ബ്രോങ്കിയോൾസ് ആകുന്നു, ദെൻ ശ്വാസകോശം വരുന്നു അല്ലേ? ഇവിടെയുണ്ട് ഇതിനകത്ത് കാണുന്ന വായുറകൾ. അപ്പോൾ ഇതിനകത്തുള്ള രക്തലോമികൾ ധാരാളമുണ്ട്. ആ വായുറയിൽ എന്താണ്? രക്തലോമം പ്രവേശിക്കുന്നുണ്ട്. അവിടെ വെച്ച് എന്ത് നടക്കുക? വാതക വിനിമയം എന്ന് വെച്ചാൽ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാതക വിനിമയം നടക്കുക. ശ്വസിക്കുന്ന ഓക്സിജൻ വരുന്നില്ല, അതവിടെ ഇങ്ങനെ വരുന്നുണ്ട്, വായുകുറയ്ക്കകത്ത് വരുന്നു. ഇവിടുന്ന് ബോഡിക്കകത്തുള്ള ബാക്കി CO2 ഓരോ ഭാഗത്തും തിരിച്ചങ്ങ് ചെല്ലും. ഇവർ തമ്മിൽ എന്ത് ചെയ്യും? ഓക്സിജൻ്റെ ഈ വായുകുറയ്ക്കകത്ത് ധാരാളം എന്തുണ്ട്? ഓക്സിജൻ അങ്ങോട്ട് കൊടുക്കും, ഇതിനെ ഇങ്ങോട്ട് കൊടുക്കും, തിരിച്ച് CO2 വഴി പുറത്ത് പോകുന്ന അങ്ങനെയാണ്. അപ്പം വായുകുറ ധർമ്മം എന്താണ്? എക്സ്ചേഞ്ച്, വാതക വിനിമയം എന്തിൻ്റെ? ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡ് നടക്കുന്ന അവിടെ വെച്ചാണ്. ഓക്കെ. ഡയഫ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി നമ്മുടെ ഔരസാശയത്തിൻ്റെയും അതുപോലെ ഉദരാശയത്തിൻ്റെയും തമ്മിലുള്ള ഇടയ്ക്കുള്ള ഒരു പാർട്ടീഷൻ, ഒരു എന്താ പറയുക, പാർട്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു സ്ഥലമാണെന്ത്? ഡയഫ്രം. ഉദരാശയം എന്താണ്? മുകൾ ഭാഗം, നമ്മുടെ നെഞ്ചിൻ്റെ മുകൾ വാരിയിലൊക്കെ വരുന്ന ഭാഗം അതാണ്. ഉദരാശയം വയറിൻ്റെ ഭാഗം. ഇടയ്ക്കൊരു പാർട്ടീഷനിൽ ഇങ്ങനെ വരുന്നത് അല്ലേ? ആർച്ച് പോലെ കാണുന്ന ഭാഗമാണ് ഡയഫ്രം. നേരത്തെ സ്ഥലമാണെന്ത്? ഡയഫ്രം. പ്രത്യേക സ്ട്രക്ചറില്ല, നേരത്തെ സ്ഥലമാണെന്ത്? ഡയഫ്രം. ഔരസാശയത്തിൻ്റെയും ഉദരാശയത്തിൻ്റെയും അല്ലേ ഇടയ്ക്കുള്ള സ്ഥലമാണെന്ത്? ഡയഫ്രം. പ്രധാന ധർമ്മം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വായു നമ്മൾ ശ്വസിക്കുമ്പോഴല്ലേ, വായു അകത്തേക്ക് കയറുമ്പോഴത്തേക്കിന് ഇത് നേരെയാവും അല്ലേ? നേരെയാകുമ്പോൾ ധാരാളം വായുവിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. ഒരു ധർമ്മം അതാണ്. ഇനി അടുത്ത് വരുന്നത് എന്താണ്? കോർണിയാണ്. കോർണി എന്ന് പറയുമ്പോൾ എന്താണ്?
കണ്ണിൻ്റെ മുൻഭാഗമാണ് കോർണിയ അല്ലേ. വ്യക്തമായി പറഞ്ഞ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദൃഢപടലത്തിലെ കണ്ണിന് 3 ഭാഗങ്ങളിലെ അതിൽ ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യമായ അല്ലേ മുമ്പോട്ട് തള്ളി നിൽക്കുന്ന ഭാഗമാണെന്ത്? കോർണിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലൈറ്റ് റേസ് അല്ലെങ്കിൽ സൂര്യരശ്മികൾ പ്രവേശിക്കുന്ന ഭാഗം ഏതാണ്? കോർണിയ വഴിയാണ് സൂര്യരശ്മികൾ നമ്മുടെ കണ്ണിനകത്തേക്ക് പ്രവേശിക്കുക. അതുപോലെ തന്നെ കണ്ണ് മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നേത്രപടലം മാറ്റിവെക്കുക എന്ന് പറയില്ലേ? എന്തുകൊണ്ടാണ്? കോർണിയാണ് നമ്മൾ മാറ്റിവെക്കുക അല്ലേ. അങ്ങനെ ഒരാളുടെ കോർണിയ മറ്റൊരാളിലേക്ക് മാറ്റിവെക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? കെരാറ്റോപ്ലാസ്റ്റി എന്ന് പറയും. എന്താണ്? കെരാറ്റോപ്ലാസ്റ്റി എന്നാണ് പറയുക. കോർണിയ ആണ് നമ്മളെടുത്ത് മാറ്റിവെക്കുക. കണ്ണ് മാറ്റിവെക്കുക പറഞ്ഞാൽ കോർണിയാണ് മാറ്റിവെക്കുക. അതിന് പറയുന്ന പേരും എന്താണ്? കെരാറ്റോപ്ലാസ്റ്റി എന്ന് തന്നെ പറയാറുണ്ട്. നെക്സ്റ്റ് നോക്കാം. ക്ഷയരോഗത്തിൻ്റെ രോഗകാരി ഏതാണെന്ന് ചോദിച്ചെന്ന് പറയുന്നുണ്ട്. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസ് അല്ലേ. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസ് ആണ് ക്ഷയരോഗത്തിൻ്റെ രോഗകാരി അല്ലേ. ഇനി ഏത് വാക്സിനാണ് ഉപയോഗിക്കുക? BCG ആണ് ക്ഷയരോഗത്തിൻ്റെ വാക്സിൻ അല്ലേ. ടെസ്റ്റുകൾ ഏതൊക്കെ അറിയാം? അതിൻ്റെ ഏതൊക്കെ വരുന്നുണ്ട്? ഒന്ന് മാൻഡാക്സ് വാക്സിൻ, മാൻഡേ എന്ന് പറയുന്നുണ്ട്. പിന്നെ മാൻഡേ. അതുപോലെ വേറെണ്ണം എന്താണ്? ടെൻ എന്ന് പറയും. അടുത്ത വേറെണ്ണം എന്താണ്? TST എന്ന് പറയും. TST അതായത് ട്യൂബർക്കുലോസിസ് സ്കിൻ ടെസ്റ്റ് എന്ന് പറയും. അപ്പോൾ മാൻഡേ ഉണ്ട്, 10 ഉണ്ട്, TST ഉണ്ട്. ആരുടെയാണത്? ഈ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ നിർണ്ണയിക്കാൻ പോകുന്ന ടെസ്റ്റുകളാണ് അല്ലേ. ഏതൊക്കെയാണ്? മാൻഡേ, 10ഉം TST എന്താണ്? ട്യൂബർക്കുലോസിസ് സ്കിൻ ടെസ്റ്റാണ്. TST എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ BCG ആണ് അതിൻ്റെ വാക്സിൻ. ഇനി അടുത്ത് നോക്കുന്നത് കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ ഏത് അസുഖത്തിൻ്റെയാണ്? ഡിഫ്തീരിയ എന്ന അസുഖം അല്ലേ. വിബ്രിയോ കോളറ എന്ന് പറയുന്നത് ഇത് രണ്ടും ബാക്ടീരിയ ആണ്. ലെപ്റ്റോസ്പൈറ ഹെമറാഞ്ചിയ നമുക്കറിയാം അല്ലേ, എലിപ്പനിയുടേത് അറിയാം. ഇനി ഇവിടെ കുഷ്ഠം അല്ലേ, കുഷ്ഠത്തിൻ്റെ വേറെ രോഗം അല്ലേ, കുഷ്ഠം എന്ന് പറയും. അതിനകത്ത് വരുന്ന ഏതായിരിക്കും? അതിൻ്റെ ഒരു വാക്സിൻ എന്താ പറയുക, ടെസ്റ്റുകളുണ്ട്, നിർണ്ണയിക്കുന്ന ടെസ്റ്റുകൾ, കുഷ്ഠം നിർണ്ണയിക്കുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? ഹിസ്റ്റമിനും ലെപ്രമിനുമാണ് കുഷ്ഠം നിർണ്ണയിക്കുന്ന ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ. ഏതൊക്കെയാണ്? ഹിസ്റ്റമിനും ലെപ്രമിനും അല്ലേ. ഹിസ്റ്റമിൻ ആൻഡ് ലെപ്രമിനാണെന്ത്? കുഷ്ഠം നിർണ്ണയിക്കുന്ന ടെസ്റ്റുകൾ അല്ലേ. കുഷ്ഠം ഏതിനെ ബാധിക്കുന്ന അസുഖമായിരിക്കും? നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖമാണെന്ത്? കുഷ്ഠം എന്ന് പറയുക. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖമാണെന്ത്? കുഷ്ഠം. ഇപ്പോൾ പോലെ കുഷ്ഠം ധാരാളം പദ്ധതിയൊക്കെ ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞതാണ്. കുഷ്ഠം എന്ന് പറയുമ്പോഴെന്താണെന്ന്? നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖമാണെന്ത്? കുഷ്ഠം എന്ന് പറഞ്ഞാൽ ടെസ്റ്റുകൾ ഏതൊക്കെ നിർണ്ണയിക്കപ്പെടാം? നമുക്ക് ഹിസ്റ്റാമിൻ ടെസ്റ്റുകൾ അല്ലേ, അതുകൊണ്ട് നിർണ്ണയിക്കപ്പെടുന്നതാണെന്ത്? കുഷ്ഠമെന്ന് പറയുന്നത്. ഹിസ്റ്റാമിൻ വേറെ പറഞ്ഞില്ല, ലെപ്രമിൻ എന്നും പറഞ്ഞല്ലോ അല്ലേ. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം, അത് മതി. ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണത്? ഒന്ന് ഓപ്ഷൻസ് ആർത്രോസ്ക്ലോറോസിസ്, പ്രമേഹം, ഹീമോഫീലിയ, ഹൃദയാഘാതം അല്ലേ. അതിൽ ഏതാണ് നമ്മൾ ആൻസർ? എന്താണ്? ഹീമോഫീലിയ ആണ് നമുക്ക് ആൻസർ അല്ലേ. ബാക്കി എന്താണ്? ആർത്രോസ്ക്ലോറോസിസും പ്രമേഹവും ഹൃദയാഘാതവും എന്താണ്? ജീവിതശൈലി രോഗമാണ്. ഹീമോഫീലിയ എന്ന് പറഞ്ഞപ്പോഴെന്താണ്? ഒരു ജനിതക ഡിസീസ് അല്ലേ, ജനിതകമാണ്, പാരമ്പര്യ ജനിതക രോഗമാണെന്ത്? ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ. അതായത് രക്തം കട്ട പിടിക്കില്ല. അപ്പോൾ സ്ത്രീകളിലാണെങ്കിൽ 10-12 വയസ്സാകുമ്പോഴെന്താണ്? മരണത്തിന് അടിമപ്പെട്ടു പോകാം. പുരുഷന്മാരാണെങ്കിൽ ഒരു മുറിവുണ്ടാകുന്ന കാലം വരെ ഉള്ളൂ അവരുടെ ജീവിതം അല്ലേ. അപ്പോൾ ഇത് ശരിക്കും പറയാൻ എങ്ങനെയാണ്? ജനിതകം എന്ന് പറയുമ്പോൾ ക്ലോസ്ലി അടുത്തടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹത്തിലൂടെയാണ് സംഭവിക്കുക. ഉള്ള അസുഖങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടുപേരുടെയും ഉള്ളിൽ പല അസുഖങ്ങളും മൺമറയ്ക്കപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. ഡിപ്രസ്ഡ് എന്ന് വെച്ചാൽ മറച്ചു വെച്ചിട്ടുണ്ടാകും. അതെന്താവും? രണ്ടുപേരും തമ്മിൽ പുതിയ ജനറേഷൻ ആകുമ്പോൾ പുതിയ തലമുറ ചെയ്യുമ്പോഴത്തേക്ക് ഇത് പ്രകടമാവുകയും ചെയ്യും. ഈ +2 പഠിക്കുന്ന പ്രകട സ്വഭാവം പഠിക്കുന്നത് പോലെ തന്നെ രണ്ടുപേരിൽ അസുഖങ്ങൾ എപ്പോഴും എന്തുണ്ടാകും? മറഞ്ഞു കാണപ്പെടും. അടുത്ത തലമുറയാകുമ്പോഴെന്താണ് അവരിൽ പ്രകടമായി വരും. അതാണ് പ്രകട സ്വഭാവം എന്ന് പറയും. അപ്പോൾ അതുപോലെ ഹീമോഫീലിയ ജനറ്റിക്കലി അത് ജനിതകപരമായിട്ടത് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന അസുഖമാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ബാക്കി ഏതൊക്കെ അറിയാം? സിക്കിൾ സെൽ അനീമിയ ഇല്ല, സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന അരിവാൾ രോഗം അല്ലേ. അതും ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് സിക്കിൾ ഷേപ്ഡ് ആകുന്നതാണ്, അരിവാൾ പോലെ ആകുന്നതാണ് ആ അസുഖം. വേറെ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട് അല്ലേ,
കണ്ണിൻ്റെ പ്രശ്നമുള്ളതുണ്ട്. ദെൻ ഹണ്ടിങ്സൺസ് രോഗമുണ്ട്. ഇതൊക്കെ ജനിതക രോഗങ്ങളാണ്. അതൊക്കെ ഒന്ന് ഹിമോഫീലിയ, വേറൊന്ന് ഞാൻ പറഞ്ഞെന്തായിരുന്നു, സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സിക്കിൾ സെൽ അനീമിയ. വേറൊന്ന് കളർ ബ്ലൈൻഡ്നെസ്, കണ്ണിൻ്റെ മാറ്റത്തിൻ്റെ കളറിൻ്റെ പ്രശ്നമാണിത്. ഹണ്ടിങ്സൺസ് രോഗം. ഇത് മൂന്നും എന്താണ്? ജനിതക രോഗം. സിക്കിൾ സെല്ലും കളർ ബ്ലൈൻഡ്നെസ്സും ഒക്കെ. ഇനി നോക്കുക, ആർത്രോസ്ക്ലീറോസിസ് എന്താണ്? അതായത് രക്തധമനികളിൽ, അല്ലേ, ധമനികൾ എന്ന് പറയുമ്പോൾ രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ്. ആ ധമനികളിൽ, അല്ലേ, കൊഴുപ്പടിഞ്ഞുകൂടി ഇതുവഴി രക്തത്തിന് പോകാൻ സാധിക്കാത്ത അവസ്ഥ വരുന്നു, അല്ലേ. അപ്പോൾ എന്താണ്, നമുക്ക് വേണ്ട ഭാഗത്ത് ആവശ്യമുള്ള രക്തം എത്താത്ത അവസ്ഥ എത്തുന്നു. അങ്ങനെ ധമനികൾ പൊട്ടുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്നതാണ് എന്ത്? ആർത്രോസ്ക്ലീറോസിസ് എന്ന് പറയുക. പ്രമേഹം എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലേ, അതിൽ ഇൻസുലിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പൊണ്ണത്തടി മൂലം നമുക്ക്, അല്ലെ, ഇൻസുലിൻ ഇതൊക്കെ ഇത് വന്നിട്ട് കൊഴുപ്പല്ല, അവിടെയും കൊഴുപ്പിൻ്റെ ആധിക്യം മൂലം കൊഴുപ്പിൻ്റെ ആധിക്യമാണ് ഏറ്റവും കൂടുതൽ കാണുക. ഈ പ്രമേഹവും ഹൃദയാഘാതവും എങ്ങനെയാണ്? കൊഴുപ്പിൻ്റെ ആധിക്യം ഉണ്ടാകുന്ന അസുഖങ്ങളാണ് പ്രമേഹവും ഹൃദയാഘാതവും. പ്രമേഹം എന്ന് പറയുമ്പോൾ ഇൻസുലിൻ്റെ ഒക്കെ അവിടെ ഹോർമോണിൻ്റെ കാര്യങ്ങളും കൂടി നോക്കണം. ഹൃദയാഘാതം എന്ന് പറയുമ്പോൾ എന്താണ്, ഹൃദയത്തിലേക്ക് ശരിക്കും രക്തം എത്താത്ത അവസ്ഥയാണെന്ത് സംഭവിക്കുന്നത്. ആർത്രോസ്ക്ലീറോസിസ് വഴിയുമാകാം, കൊഴുപ്പ് കൂടുതൽ അടിയുന്നത് കൊണ്ടാകും, അല്ലേ, അതുകൊണ്ടൊക്കെയും ഹൃദയാഘാതമുണ്ട്. അപ്പം നമ്മുടെ ജീവിതശൈലി കൊണ്ട്, കൊഴുപ്പിൻ്റെ ആധിക്യം കൊണ്ടുണ്ടാകുന്ന ഏതൊക്കെയാണ്? ആർത്രോസ്ക്ലീറോസിസും പ്രമേഹവും ഹൃദയാഘാതവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ കൊഴുപ്പിനെ ദഹിപ്പിച്ച് മാറ്റാൻ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, അല്ലേ. അപ്പോൾ അങ്ങനെയാണ് അസുഖങ്ങൾ ഉണ്ടാവുക എന്ന് വെക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.